ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മലേഷ്യ ട്രിപ്പ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുരുകൻ്റെ പ്രതിമയുള്ള ബാത്തു കേവ്സ് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ നാട്ടിലുള്ള പഴനിമല മുരുകൻ്റെ അമ്പലത്തിൽ പോണ പോലെ തന്നെയാണ്. ഒരുപാട് സ്റ്റെപ്പ് കയറണം. ഏകദേശം 270ഓളം സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ ഇതിൻ്റെ മേലെ. അല്ലാതെ വേറെ കാൽനടയായി തന്നെ കയറണം, അല്ലാതെ വേറെ സൗകര്യങ്ങളൊന്നും ഇതിൻ്റെ മേലെ കയറാനില്ല. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ അമ്പലത്തിൻ്റെ ഇവിടെ ഇങ്ങനെ നൃത്ത പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റെപ്പ് കയറി തുടങ്ങുകയാണ്. ഞങ്ങൾ കയറുമ്പോൾ തന്നെ കണ്ട കാഴ്ച ഇതാണ്. അപ്പം മങ്കീസ് സുലഭമായിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് വേണം പോകാൻ. എന്നുവെച്ചാൽ അതിൻ്റെ സ്ക്രാച്ചൊക്കെ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇഞ്ചക്ഷൻ കാര്യങ്ങൾ ഒന്നും ആലോചിക്കാൻ വയ്യ. അപ്പം വളരെ ശ്രദ്ധയോടെയാണ് ഞങ്ങൾ പോകുന്നത്. ഇത്രയും ഭാഗം എത്തി. കുത്തനെയുള്ള സ്റ്റെയറാണ്. മങ്കീസ് എല്ലാവരുടെ അടുത്ത് ഓടി വരുന്നുണ്ട്, പ്രത്യേകിച്ച് ബാഗ് കയ്യിലുള്ളവരെടുത്ത്. ഒരു പേടിയോടെയാണ് നടക്കുന്നത്. കയറി മുകളിലോട്ട് പോയിട്ട് ഈ മേലത്തെ വ്യൂവും അതേപോലത്തെ താഴത്തെ വ്യൂവും ഒരു പ്രത്യേക അനുഭവം, ഒരു എക്സ്പീരിയൻസ്. അതായത് അങ്ങനെ ഒരു പീക്കിലായി സ്റ്റെയർ ഉള്ളത്. മങ്കീസ് കണ്ടോ, ഭയങ്കര സ്ട്രെയിറ്റ് ആണ്, ഭയങ്കര സ്ട്രെയിറ്റാ. പഴനിയിൽ സ്ലോപ്പായിട്ടാണ്, അതേപോലെ തന്നെ സ്റ്റെപ്പിന് കുറച്ച് വീതിയുണ്ട്. ഇത് ചെറിയ സ്റ്റെയറാണ്, അതായത് വീതി കുറഞ്ഞ സ്റ്റെയറാണ്. നമ്മൾ ജസ്റ്റ് അടിവെച്ച് കയറണം. നമ്മളെ കാൽപാദം മുഴുവനായിട്ട് ഇവിടെ ഇങ്ങനെ കഷ്ടി മുഴുവനും. വലിയ കാലെല്ലാം പുറത്തതാ, മോൻ്റെ കാല് കണ്ടോ പുറത്താ. അങ്ങനെയാണ് സ്ട്രെയിറ്റും. വെരി നൈസ് എക്സ്പീരിയൻസ്. കിതച്ചു അമ്പലത്തിലെ എൻട്രൻസിന്റെ ഭംഗി കണ്ടോ ഗൈസ്. മഞ്ഞുമൽ ബോയ്സിന്റെ ഗുഹ പോലെയല്ലോ. ഇതേ സൗണ്ട് അല്ലേ ആ പക്ഷികളുടെ എല്ലാം. ആ പക്ഷികളുടെ സൗണ്ടൊക്കെ അതേ മഞ്ഞുമൽ ബോയ്സിന്റെ തിയേറ്ററിൽ കണ്ട അതേ സൗണ്ട്. സ്ലിപ്പർ ഉണ്ട് അല്ലേ? അതെന്തുകൊണ്ടാ? എണ്ണേണ്ടതാ? വെള്ളാ. മോനിങ്ങനെ കൗണ്ടർ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് താരം, കൗണ്ടർ ബോയ്. ക്ലൗഡി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ചാറ്റൽ മഴയുണ്ട്, അതേപോലെ തന്നെ ഭയങ്കര സ്വെറ്റിംഗ് ഒന്നും അനുഭവപ്പെടുന്നില്ല. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ ഗുഹയുടെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഗൈസ്, അത്രത്തോളം ഭംഗിയുണ്ട്. മുരുകൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത്. അപ്പം നമുക്കിനി ഇതിൻ്റെ കല്ലുകളെല്ലാം ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. കണ്ടോ, ഇത് കണ്ടോ തൂങ്ങി. എനിക്ക് എന്താ പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, ഒരു പ്രത്യേക ഷേപ്പിലുള്ള കല്ല് ഇങ്ങനെ തൂങ്ങി കിടക്കുക. എന്താ, അതൊരു കാഴ്ചയാണ്, ഭയങ്കര ഒരു സൈറ്റ്. എന്താ ഇതിലിങ്ങനെ ക്യാമറയിൽ പകർത്താൻ പറ്റുന്നില്ല കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, സൂം ചെയ്തിട്ട് ഇതാ ഇങ്ങനെയാണുള്ളത് ക്യാമറയിൽ. ഇതാ ഈ ഗുഹ കണ്ടോ ഗൈസ്. ഇത് ഈ എൻട്രൻസിൽ ഇങ്ങനെയാണ് വരുന്നത്. അതൊന്നും പകർത്തുന്നില്ല. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെയില്ല, ഉള്ളിലോട്ടുള്ള ഗുഹയാ. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ താഴോട്ട് പോകണം. ഇവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഈ ഭാഗത്തൊന്നും സൂര്യൻ്റെ വെളിച്ചം പോലും ഇങ്ങോട്ട് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ കണ്ടോ ഗൈസ്, അവിടെ ഇവിടെയായിട്ട് ലൈറ്റൊക്കെ ഉണ്ട്. ആ ലൈറ്റിലാണ് നമ്മളിങ്ങനെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു പ്രകാശം കാണുന്നുണ്ട്.
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ സൂര്യൻ്റെ വെളിച്ചം അവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് താഴോട്ട് പോകാം. ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും ഒക്കെയാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ സൈഡിലായിട്ട് നമ്മുടെ പഴനിമല മുരുകൻ്റെ അമ്പലത്തിൻ്റെ മാതൃകയിൽ ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട്. കേവ് കണ്ടോ? എന്താ ഇവിടെ കണ്ടോ? അവിടെ ഇങ്ങനെ വെളിച്ചം വരുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വെളിച്ചം താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പോയാലറിയാം എന്താ അവിടെ ഉള്ളതെന്ന്. കണ്ടോ അങ്ങനെയുള്ളത്. ഇവിടെയൊക്കെ ഓരോ ഹോൾസ് ഉണ്ട് ഗൈസ്. ഇവിടെയൊക്കെ ഓരോ ഓപ്പണിംഗ് ഉണ്ട്. അവിടെ നിന്ന് ലൈറ്റ് വരുന്നുണ്ടോ? പിന്നെ വന്നിട്ട് അതാ ഈ സൈഡിലും ഇവിടെയൊക്കെ ഉണ്ട് ഓപ്പണിംഗ്. അതാ അവിടെയൊക്കെ ഉണ്ട്. അതാ അവിടെയൊക്കെ ഉണ്ട് ഓപ്പണിംഗ്. ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് അവിടെ എവിടെയാണ് ഉള്ളത് കൊണ്ട് സൂര്യൻ്റെ വെളിച്ചം ഇങ്ങോട്ടേക്ക് ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. കുറേ സ്റ്റെപ്പിൽ വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങണം. ഇറങ്ങി 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 ഫ്രണ്ട് വ്യൂ. പഴനി മലേൻ്റെ മോഡലാണ് ഇത് എന്നാണ് പറഞ്ഞത്. ഇതുവഴി സൂര്യൻ്റെ വെളിച്ചം ചെറുതായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുപോലെ ചാറ്റൽ മഴയും പെയ്യുന്നുണ്ട് തോന്നി. ചാറ്റൽ മഴ ഇങ്ങനെ വീഴുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ ചാറ്റൽ മഴ ലൈറ്റ്ലി ചെറുതായിട്ട് ഇതിലൂടെ. ഇവിടെയാണ് മുരുകൻ്റെ കോവിൽ. ഇപ്പം എല്ലാവരും ഷൂസൊക്കെ അയച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ ഓപ്പണിങ്. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ നിന്നാണ് ഇറങ്ങി വന്നത് കോവില്. അവിടെ കണ്ടോ ചെറിയൊരു ഗ്യാപ്പ് കണ്ടോ? അവിടെ നിന്നൊക്കെ വെളിച്ചം വരുന്നുണ്ട്. ചെരുപ്പൊക്കെ അയച്ചു വെച്ച് എല്ലാവരും ഉള്ളിൽ കയറുന്നുണ്ട്. ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനും വിളിക്കുന്നു. അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് മുകളിലോട്ട്. ഒന്നും കയറുകയാണ്. ശ്രദ്ധിക്കണേ, താഴെ നോക്കി നോക്കി. പറഞ്ഞ എൻ്റെ എഫേർട്ടെല്ലാം വേസ്റ്റാണ്. ഓർമ്മ വരുന്നത് എത്തിയപ്പോഴും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കണ്ടില്ലേ. ആകാശം നമുക്ക് ഇത്ര ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. കാടാന്ന് ചോദിച്ചാൽ കാടോ പാറയോ എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും കോവിലിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, പിന്നെ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ആ സിനിമയിലുള്ള ആ സൗണ്ടും, എനിക്ക് തോന്നുന്ന പ്രാവുണ്ട്, മങ്കീസ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ ഒരു എക്കോ സൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്നത്. അടിപൊളി വൈബ്, അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഒരു കണക്ഷൻ തോന്നുന്നു. ഇതാണ് ഫുൾ വ്യൂ.
പ്രാവിൻ്റെ ആ കരച്ചിലും കുറുകലും എല്ലാം ആ സിനിമയിൽ അതേ ഒരു എഫക്റ്റ്. പിന്നെ വെള്ളത്തുള്ളി വീഴുന്ന സൗണ്ട്, ഈ മങ്കീസിൻ്റെ കരച്ചിൽ, ഇപ്പം എല്ലാവരും ഇന്ന് കാണാൻ പോയിട്ടായിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൽ ചെറിയൊരു സൗണ്ട് ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ നീക്കുന്ന സൗണ്ട്, അതൊക്കെ ശരിക്കും ഒരു ഇവിടുന്ന് ഞാനിപ്പോൾ എത്രയോ അടി മുകളിലാണ് ഉള്ളത് എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. എന്നാ എന്താ പറയണ്ടേ, കണ്ടോ, എന്തോ പറയാൻ പറ്റുന്നില്ല, അത്രമാത്രം എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. ഇത്രയും ഹൈറ്റിലാണല്ലോ ഈ ഒരു പാറയൊക്കെ ഉള്ളത് എന്നൊക്കെ ഉള്ള ഒരു തിങ്കിങ്, ഭയങ്കര ഒരു അനുഭവം. അപ്പോൾ ഹലോ, അപ്പം ഞങ്ങൾ ഈ അമ്പലത്തിനോട് യാത്ര കയറിയാണ്. ഭയങ്കര എക്സ്പീരിയൻസ്. പെട്ടെന്ന് എന്താ പറയാനുള്ള, നല്ല അമ്പലമാണ്. എല്ലാവരും വന്ന് ഒരു ടൈമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഭയങ്കരമായിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ബൈ. ഓ എപ്പുറത്ത് ആ ആരെയും കറിയാം.